ഈ അർജുനെ കണ്ടെത്തിയപ്പോഴുള്ള ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? അർജുന ഈ ഗ്ലോറി അല്ല, കണ്ടെത്തിയില്ലെങ്കിൽ ഞാൻ പെട്ടുപോയി. കുറ്റപ്പെടുത്താൻ ഒരുപാട് ആളുകൾ, പിന്നെ മതം നോക്കി തീർച്ചയായിട്ടും പല പല കോണിലും പറഞ്ഞ് ഇന്ന് അവൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ മറ്റേ ഇതാണ് ഒരു ബലിയിടലും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞത് തൃപ്തിയോടുകൂടി. അർജുൻ തിരിച്ചു വരില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ എത്ര നല്ലതല്ലേ. ഈ ഒരു മനാഫ് ഇങ്ങനെ ക്രൂശിക്കപ്പെട്ടിട്ട് പിന്തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്താ വരും? അതെ, ഒരു ശരീരമാണല്ലോ, അതിനൊരു ടൈം ഉണ്ടല്ലോ. അതെങ്ങാനും നശിച്ചു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ദൗത്യം തന്നെ നിന്നു പോവുകയാണെങ്കിൽ, ആ വീട്ടുകാരോട് ഈ സമൂഹം ചെയ്തത് വലിയ തെറ്റായിരിക്കൂലേ? സമൂഹം ചെയ്താണല്ലോ. ആ വീട്ടുകാരും ചിലപ്പം പിന്മാറേണ്ടി വരും. ശക്തരല്ലല്ലോ അവർ. സാധാരണ പാവപ്പെട്ടവർ, എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട്ടുംപുറത്തുള്ള ഒരു ഫാമിലി, ഭയങ്കര അഭിമാനികളാണ്. ആ ഫാമിലി പരമാവധി ശ്രമിച്ച് ഒരിപ്പോൾ ഞാനും ഈ കുത്തുവാക്കുകൾ കേട്ട് ജീവിക്കേണ്ടി വരും. എന്താവേനും കാലാകാലം ആ രഹസ്യം ഗംഗാവലി പോയാൽ അടിഞ്ഞു കിടക്കും, ഒരിക്കലും പുറത്തു വരില്ല. എന്ത് വലിയ തെറ്റാണ് ഈ സമൂഹം ചെയ്തത്. മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റും. ഇനി ഞാൻ ഉറങ്ങിയില്ലേ മനിയാന്നു? അടിപൊളി ഉറക്ക്. ഇതുവരെ ഉറങ്ങിയില്ല. 72 ദിവസം ഉറങ്ങിയിട്ടില്ല. എൻ്റെ റൂമിൽ ഞാൻ ചോക്ക് കൊണ്ട് എഴുതണ ആളെ, ചോക്ക് എടുത്ത് ചുമരുമ്പോൾ ഫുള്ള് എഴുതിക്കണേ. എന്നെ കൊണ്ട് പറ്റും 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 അങ്ങനെ ഭ്രാന്തായിപ്പിക്കുന്നു. ഇപ്പം പോയി, ഞാൻ നോർമലായി. അർജുനൊരു വേദനയാണ്, അതിനപ്പുറം ആ കുടുംബത്തിന്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. വാക്ക് എന്നുള്ള വേർഡ് വളരെ ചെറുതാണ്. പക്ഷെ ആ വേർഡിൻ്റെ എന്താ പറയുക, ആ വാക്ക് എന്ന് പറഞ്ഞാൽ വേർഡ് ചെറുതാണെങ്കിലും ആ ഭയങ്കര പവർഫുള്ള സാധനമാണ്. അത് പാലിക്കാൻ കഴിയണമെന്നെങ്കിൽ കുറേ കഷ്ടപ്പെടേണ്ടി വരും. അല്ലെങ്കിൽ ആ വേർഡ് ഉപയോഗിക്കുകയേ ചെയ്തു. കീശയിൽ എപ്പോഴും എടുത്ത് വെച്ചാൽ മതി, പുറത്തെടുക്കരുത്. ആ വേർഡ് ഒരാളെ മുന്നിൽ വാക്ക് എന്ന് പറഞ്ഞ വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പാലിക്കണം. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒരാൾക്ക് വാക്ക് കൊടുത്താൽ ഞാൻ പാലിക്കും. അതന്നെ നമുക്ക് കൊടുക്കാനുള്ള സന്ദേശം.